കണ്ണൂർ സർവകലാശാല വിസിയും ഗവർണറും കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ ഗസ്റ്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. കണ്ണൂർ സർവകലാശാലയിൽ RSS വൽക്കരണം നടപ്പിലാക്കുന്നുവെന്ന SFI ആരോപണത്തിനിടെയാണ് കൂടിക്കാഴ്ച. സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് വിസി. കണ്ണൂർ വന്നുകൊണ്ട് കണ്ടെന്നുള്ളൂ കേട്ടോ. ഇല്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് കട്സി കോള് മാത്രമേ ഉള്ളൂ കേട്ടോ. യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എത്ര തന്നെ ഉള്ളൂ. റൈറ്റ്, ഓക്കെ. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, ഈ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ RSS വൽക്കരണം നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു SFI ആരോപണമുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച. എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? അമൃത, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗവർണർ ഇന്ന് കണ്ണൂരിലെത്തിയത്. ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അദ്ദേഹം കണ്ണൂരിലെത്തി. അതിനുശേഷം അല്പസമയം മുമ്പ് വരെ കണ്ണൂർ ഗസ്റ്റ് ഹൌസിലാണ് ഉണ്ടായിരുന്നത്. ഗസ്റ്റ് ഹൌസിലെത്തി അദ്ദേഹത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും അദ്ദേഹവുമായി സന്ദർശനം നടത്തി, കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ KK സാജു അദ്ദേഹത്തെ മുറിയിലെത്തി കണ്ടത്. ഏതാണ്ട് 35 മിനിറ്റോളം ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടു നിന്നു. സ്വാഭാവികമായ കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. സ്വാഭാവികമായും ഗവർണർ എത്തുമ്പോൾ ചാൻസലർ എന്ന നിലയ്ക്ക് വൈസ് ചാൻസലർ കൂടിക്കാഴ്ച നടത്തും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്ന് മാത്രമായിരുന്നു വൈസ് ചാൻസലറുടെ പ്രതികരണം. എന്തായാലും നമുക്കറിയാവുന്ന പോലെ കണ്ണൂർ സർവകലാശാലയിൽ കാവ്യവൽക്കരണം നടപ്പിലാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന ആക്ഷേപം SFI അതിശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സർവകലാശാല നടത്തുന്ന പരിപാടികളിൽ ദേശവിരുദ്ധ കണ്ടന്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. അത് വലിയ വിവാദമായി. പിന്നീട് SFI വിസിക്കെതിരെ വലിയ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇത് BJPയെ സഹായിക്കാനാണ്, RSSനെ സഹായിക്കാനാണ്, കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം വിസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന ആക്ഷേപമാണ് പ്രധാനമായും SFI ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് നിരവധി വിഷയങ്ങളിൽ കണ്ണൂർ സർവകലാശാലയിൽ നടപ്പിലാക്കുന്ന പല വിഷയങ്ങളിലും ഇത്തരത്തിൽ ഈ സംഘപരിവാറിന്റെ ഗൂഢ അജണ്ടയുണ്ട് എന്നുള്ള ആക്ഷേപം കൂടി SFI ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കണ്ണൂരിലെത്തിയ ഗവർണറുമായി സർവകലാശാല വൈസ് ചാൻസലർ ഏതാണ്ട് 35 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തിയത്. ശരി സുനിൽ.